തിരക്കുകളെല്ലാം മാറ്റിവെച്ച് തിരക്ക് കുറഞ്ഞ സ്ഥലങ്ങളിലേക്കുള്ള യാത്ര എല്ലാവരും ആഗ്രഹിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മളതിനു വേണ്ടി മുന്നിട്ടിറങ്ങാറില്ല. കാരണം യാത്ര എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടി വരുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ വീടിനടുത്ത് തന്നെ കാണും. ഇന്ന് നമ്മൾ പോകുന്നത് പാലക്കാട് നല്ലേപ്പിള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന തനിമ ഫാം ലൈഫ് എന്ന സ്ഥലത്തേക്കാണ്. പാലക്കാട് ടൗണിൽ നിന്ന് ഏകദേശം 18 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വെബ്സൈറ്റിൽ നിന്ന് റിസോർട്ടിനെ പറ്റി വായിച്ചറിഞ്ഞപ്പോൾ ഒന്ന് നേരിട്ട് കാണാൻ തോന്നി. പ്രവേശന ഫീസും അവിടുത്തെ പാക്കേജിൻ്റെ കാര്യങ്ങളും വെബ്സൈറ്റിലൂടെ മനസ്സിലാക്കി. ടൗണിൽ നിന്ന് മാറിയാണ് തനിമ ഫാം ലൈഫ് റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. വളരെ ശാന്തവും അതിലുപരി വൃത്തിയായും ഈ റിസോർട്ടും പരിസരവും സൂക്ഷിച്ചിരിക്കുന്നു. വലിയ ആംബിയൻസോട് കൂടിയ ഡൈനിങ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പ്രകൃതിയോട് ചേർന്നിരിക്കുന്ന ഒരു ഫീൽ ലഭിക്കുന്നതിനു വേണ്ടി ധാരാളം ചെടികൾ ഡൈനിങ്ങിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഭക്ഷണം നമ്മൾ മുൻകൂട്ടി ഓർഡർ ചെയ്തതനുസരിച്ച് അവർ പാകം ചെയ്തു തരും. അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്, ഇൻഡോർ ഗെയിംസ്, അതുപോലെ തന്നെ സൈക്ലിങ്ങും ബോട്ടിങ്ങും കൂടി ഈ റിസോർട്ട് ഉറപ്പു നൽകുന്നു. റിസോർട്ടിനകത്തെ മറ്റൊരു ആകർഷണം എന്ന് പറയുന്നത് പെഡൽ ബോട്ടിംഗ് ആണ്. റിസോർട്ട് മുഴുവനായി ചുറ്റിക്കാണാൻ റിക്ഷ ടൈപ്പ് വണ്ടിയുമുണ്ട്. കൂടാതെ സൈക്ലിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് അതുപയോഗിച്ചും ചുറ്റിക്കാണാവുന്നതാണ്. റിസോർട്ടിൻ്റെ ഒരു സൈഡ് ചെന്ന് കഴിഞ്ഞാൽ വിവിധയിനം പക്ഷികളെയും അതുപോലെ പട്ടികളെയും പൂച്ചയുമെല്ലാം പ്രത്യേകം കോമ്പൗണ്ട് വോൾ തിരിച്ച് പരിപാലിച്ചു പോരുന്നത് കാണാൻ കഴിയും. ഏതിനത്തിൽ പെടുന്നുവെന്നതും അതുപോലെ തന്നെ അതിൻ്റെ പേരുമെല്ലാം ഇതിനു മുന്നിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ്. എത്ര വേനൽ ചൂടിലും ധാരാളം മാവും മറ്റു മരങ്ങളും പരിപാലിച്ചു പോരുന്നതുകൊണ്ട് അധികം ചൂട് ഇവിടെ അനുഭവപ്പെടാറില്ല. മിതമായ നിരക്കിൽ പാലക്കാട് ടൗണിനടുത്ത് ഒരു റിസോർട്ട് താമസം ആഗ്രഹിക്കുന്നവർക്ക് തനിമ ഫാം തീർച്ചയായും നിരാശപ്പെടുത്തില്ല. തനിമ ഫാം ലൈഫിൻ്റെ മറ്റൊരു സൈഡിൽ തന്നെ കുട്ടികൾക്കായുള്ള ചെറിയ പാർക്കും അതുപോലെ ഫാമിലിയായി വന്ന് കുറച്ച് സമയം ചെലവിടാൻ പറ്റാവുന്ന രീതിയിലുള്ള ആംബിയൻസും ഒരുക്കിയിട്ടുണ്ട്. റിസോർട്ടിനകത്ത് കയറിയാൽ സമയം പോകുന്നത് നമുക്കറിയില്ല. അതിന് പ്രധാന കാരണം നമുക്ക് ക്ഷീണം വരില്ല. അത് സാധാരണയായി അനുഭവിക്കുന്ന പാലക്കാടൻ ചൂട് ഇവിടെ എത്തുമ്പോൾ നമ്മൾ അനുഭവിക്കാറില്ല. റിസോർട്ടിനകത്ത് ചൂടേൽക്കാത്തതിന് പ്രധാന കാരണം മുൻപ് പറഞ്ഞതുപോലെ നട്ടുവളർത്തിയ മരങ്ങൾ തന്നെയാണ്. മരങ്ങൾ തോന്നിയതുപോലെ നട്ടുവളർത്തിയിട്ട് കാര്യമില്ല. അതിനെ നല്ല രീതിയിൽ പരിപാലിച്ചു പോരുന്നത് ഇവിടെ കാണാൻ കഴിയും. ഒരു ഭാഗത്ത് പലതരം പച്ചക്കറി കൃഷിയും അതുപോലെ പൈനാപ്പിളും നട്ടുവളർത്തിയതും ഇവിടെ കാണാം. പൂളിൻ്റെ ചുറ്റുമായി ധാരാളം തെങ്ങ് നട്ടുവളർത്തിയത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഈ പൂളിൻ്റെ സൈഡിൽ വരുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഫീൽ അനുഭവപ്പെടും. അത് വേറൊരു അനുഭവമായിരിക്കും ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക്. തനിമ ഫാം ലൈഫ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ റിസോർട്ടിനകത്ത് കംപ്ലീറ്റായി നമുക്ക് കാണാനും അനുഭവിക്കാനും സാധിക്കും. ഈ ഒരു റിസോർട്ട് ആംബിയൻസ് കൊണ്ട് മാത്രമല്ല പലതരം കാഴ്ചകൾ കൊണ്ടും സമ്പന്നമാണ്. ഒരു ഭാഗം കംപ്ലീറ്റായി അടയ്ക്കാമരങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായി തന്നെ മാവുകളും കാണാൻ കഴിയും. മുൻപ് പറഞ്ഞതുപോലെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസിനും അതുപോലെ ഗെയിംസിനായിട്ടും സെപ്പറേറ്റ് ഏരിയ ഈ റിസോർട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. ആ ഏരിയയിലോട്ട് നടന്നു ചെല്ലുമ്പോൾ വേറൊരു കാഴ്ചാനുഭവമാണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക. മുൻപ് പറഞ്ഞതുപോലെ ഒരു ഭാഗം കംപ്ലീറ്റ് അടയ്ക്കാമരങ്ങളായിരുന്നു, പിന്നെ കംപ്ലീറ്റ് മാവുകളും. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കംപ്ലീറ്റ് തെങ്ങുകളാണ്. അതായത് ഇവിടെ മെയിനായി പ്ലാന്റേഷൻസ് ചെയ്യുന്നത് തന്നെ ഓരോ സെഷനായിട്ടാണ്. അത് പ്ലേസ് ചെയ്തിരിക്കുന്ന രീതിയും അതിന് ചുറ്റും കാണുന്ന കാഴ്ചകളും വേറൊരു അനുഭവമാണ് നമുക്ക് സമ്മാനിക്കുക. ഒരു ദിവസം കാലത്ത് മുതൽ വൈകിട്ട് വരെ സമയം ചെലവിടാനും അതുപോലെ സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് നല്ലൊരിടമാണ്. റിസോർട്ടിന് ചുറ്റുമുള്ള ഈ പച്ചപ്പ് അത് നമുക്ക് പുതിയ ഉണർവ് പകർന്നു തരുന്നത് പോലെ തോന്നും. ഏതൊരു കാഴ്ചക്കാരനും മനസ്സിന് നല്ലൊരു അനുഭവം അതുപോലെ സന്തോഷം പകരുന്ന ഒരിടം പാലക്കാട് ചുരുക്കമായിരിക്കും. എന്നാൽ തനിമ ഫാം ലൈഫ് അതിൽ ഇടം പിടിക്കുന്ന ഒരു സ്ഥലമാണ്. എടുത്തു പറയേണ്ട പ്രൗഢഗംഭീരമായ ഒരു എൻട്രൻസ് തന്നെയാണ്. ഒരു രാജകൊട്ടാരത്തിൽ നിൽക്കുന്ന പ്രതീതിയാണ് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നിയത്. നടുമുറ്റവും ചുറ്റും ചെടികളും എല്ലാം കാണുമ്പോൾ ഒരു പ്രത്യേക ആംബിയൻസ് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് വാക്കുകൾ കൊണ്ട് വിവരിക്കുന്നതിലും അപ്പുറമാണ്. റിസോർട്ടിനകത്ത് തന്നെ പല കോട്ടേജുകൾ നമുക്ക് കാണാൻ കഴിയും. സിംഗിൾ റൂം, ഡബിൾ റൂം തുടങ്ങിയ ഇനത്തിൽപ്പെടുന്നതും. ഇവയ്ക്ക് ഓരോന്നിനും റേറ്റ് വ്യത്യാസമുള്ളതിനാൽ മുൻകൂട്ടി ഫോൺ വിളിച്ച് കൺഫർമേഷൻ എടുത്തിട്ട് വേണം ബുക്ക് ചെയ്യാൻ. സീസൺ സമയമാണെങ്കിൽ റൂംസ് വേക്കൻ്റ് ആയിരിക്കില്ല. പരിമിതമായ റൂമുകളെ നമുക്കിവിടെ കാണാൻ കഴിയും. ഉള്ളിലെ കാഴ്ചകളിൽ നിന്ന് ഒരുപടി മുകളിലാണ് ഈ കോട്ടേജിന് ചുറ്റുമുള്ള കാഴ്ചകൾ. അതിവിടെ വരുന്ന കാഴ്ചക്കാരെ വേറൊരു തരത്തിലേക്ക് കൊണ്ടുപോകും എന്ന് നിസ്സംശയം പറയാം.
ഈ നടപ്പാതയിലൂടെ നടന്നെത്തുന്നത് മറ്റൊരു കോട്ടേജിന് മുന്നിലാണ്. ആ കോട്ടേജിന് എതിർവശത്തായി ഒരു ട്രീ ഹട്ടും നമുക്ക് കാണാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ പ്രകൃതിയോട് ചേർന്ന് നിലകൊള്ളുന്ന ഒരു നാടൻ റിസോർട്ടാണിത്.